വിജയ് ദളപതി എന്ന വീരപരിവേഷം ഒറ്റ രാത്രിയിൽ തമിഴക മണ്ണിൽ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. സിനിമയല്ല ജീവിതമെന്നും സിനിമാ ഡയലോഗ് കളിയല്ല രാഷ്ട്രീയമെന്നും വിജയ് പഠിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ താരാഘോഷം വരുത്തിവെച്ച ഒരു വലിയ ദുരന്തത്തിന് ശേഷം കരൂരിൽ നിന്ന് വിമാനത്തിൽ ചെന്നൈയിലേക്ക് മുങ്ങിയ വിജയിയാണ് നാട് കണ്ടത്. ഇതേ സമയം DMK മന്ത്രിമാരും കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും നേതാക്കൾ ചെന്നൈയിൽ നിന്ന് കരൂരിലേക്കാണ് കുതിച്ചത്. ഇതാണ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാക്കളും ആകാശത്ത് ജീവിക്കുന്ന താരനേതാക്കളും തമ്മിലുള്ള അന്തരം. ഹൃദയം തകർന്നുവെന്ന് എക്സിൽ കുറിക്കാൻ വിജയിന് ചെന്നൈയിൽ സുരക്ഷിത ജീവിതമുണ്ട്. മരണപ്പെട്ട 38 പേർക്കും അവരുടെ ഉറ്റവർക്കും ഹൃദയം മാത്രമല്ല ജീവിതം കൂടിയാണ് തകർന്നത്. ദുരന്തമുണ്ടായപ്പോൾ ഒന്നും മിണ്ടാതെ നടനും TV-ക്ക് അധ്യക്ഷനുമായ വിജയ് ചെന്നൈയിലെ വീട്ടിലേക്ക് പോയതിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ദുരന്തമുഖത്തു നിന്ന് വിജയ് ട്രിച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും രാത്രി 10:10 ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്നു. വിമാനത്താവളത്തിൽ കാത്തിരുന്ന മാധ്യമപ്രവർത്തകരെ പോലും ഒഴിവാക്കി ആരോടും ഒന്നും മിണ്ടാതെയാണ് വിജയ് തിരിച്ചുപോയത്. കരൂരിലെ ആശുപത്രികളിൽ സന്ദർശിച്ച് ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളെയും ചികിത്സയിലുള്ളവരെയും സമാശ്വസിപ്പിക്കാനും വിജയ് കൂട്ടാക്കിയില്ല. ആളുകൾ മരിച്ചു വീണിട്ടും AC റൂമിലിരിക്കാനായി വിജയ് ഓടിപ്പോയെന്ന് ദുരന്തത്തിന്റെ ഇരകളുടെ ബന്ധുക്കൾ. ദുരന്തത്തിൽ നടൻ വിജയിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. സംഭവത്തിൽ വിജയിയുടെ പാർട്ടിയായ TVK സമ്പൂർണ്ണ മൗനത്തിലാണ്. റാലിയിൽ 10,000 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂവെന്ന് പോലീസ് TVK നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ 2 ലക്ഷത്തോളം ആളുകൾ റാലിയിൽ പങ്കെടുത്തു. തമിഴ്നാട് പോലീസ് ഏർപ്പെടുത്തിയ എല്ലാ നിബന്ധനകളും കാറ്റിൽ പറത്തി. 12 മണിക്ക് റാലിക്കെത്തേണ്ട വിജയ് വൈകിട്ട് 6-നാണ് എത്തിയത്. ഈ കെടുകാര്യസ്ഥതയാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയത്. നഷ്ടപ്പെട്ട ഓരോ ജീവനും വിജയ് ഉത്തരവാദിയാണ്. കരൂർ ദുരന്തത്തിന് പിന്നാലെ ചർച്ചയാവുകയാണ് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് നൽകിയ നിർദ്ദേശം. രാഷ്ട്രീയ പാർട്ടികൾ പൊതുയോഗങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കുമ്പോൾ അവരിൽ നിന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കുന്നതിനും പാർട്ടി പ്രവർത്തകർ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വരുത്തുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകാൻ ആ തുക വിനിയോഗിക്കുന്നതിനും സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഹൈക്കോടതി വ്യാഴാഴ്ച പരാമർശിച്ചിരുന്നു. ദുരന്തമുഖത്തുനിന്ന് വിജയ് സ്ഥലം വിട്ടപ്പോൾ ഇന്നലെ രാത്രി തന്നെ കരൂരിലേക്ക് പുറപ്പെടുകയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചെയ്തത്. ദുരന്ത വാർത്ത അറിഞ്ഞ ഉടൻ അദ്ദേഹം മന്ത്രിമാരോട് കരൂരിലെത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇന്ന് പുലർച്ചെ തന്നെ സ്റ്റാലിൻ ആശുപത്രിയിലെത്തി അവലോകന യോഗം ചേർന്നു. ഭയാനകമായ സംഭവമാണ് ഉണ്ടായതെന്നും ദുഃഖം വാക്കുകൾക്ക് അതീതമാണെന്നും സ്റ്റാലിൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിക്കിടെ ഇത്രയും പേർക്ക് ജീവൻ നഷ്ടമാകുന്നത് തമിഴ്നാടിന്റെ ചരിത്രത്തിലാദ്യമാണ്. ഭാവിയിൽ ഇത്തരം ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സ്റ്റാലിൻ. ഒടുവിൽ തമിഴ് രാഷ്ട്രീയത്തിലെ ദുരന്ത നായകനായി വിജയ് മാറി.